ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. യെല്ലോ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പ്രശ്നം ഡാൻഡ്രഫ്. ഡാൻഡ്രഫിനുള്ള ഒരു സിമ്പിൾ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഒരു ഹെയർ ഡിസോർഡർ ആണ് കേട്ടോ. അപ്പോൾ ഇത് പെർമനന്റ് ആയിട്ട് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് മാനേജ് ചെയ്ത് പോവാം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് ഡാൻഡ്രഫ് ഉള്ളപ്പോൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആര്യവേപ്പില എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. അപ്പോൾ ഇവനാണ് നമ്മുടെ താരനെ തുരത്താനുള്ള പരിപാടിയിലെ മെയിൻ താരം. കുറച്ച് ആര്യവേപ്പില, അതായത് ഒരു 5-6 തണ്ട് ആര്യവേപ്പില എടുത്തിട്ട് നന്നായിട്ടത് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്ന ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ടേക്ക് ഈ ആര്യവേപ്പില ഇടുക. നമ്മൾ ചായ വെക്കാനും കറി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ 2 കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് അടുത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. നമ്മൾ 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിനകത്തോട്ടേക്ക് ഇടുക. അപ്പോൾ നമ്മളിത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളമാണല്ലോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം എന്നുള്ളത് തിളച്ച് കുറുകി 1 കപ്പാവുന്നത് വരെ നമ്മൾ ഇതിനെ കുറുക്കിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ പകുതി ആവുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇത് അടച്ച് വെച്ച് വേണം തിളപ്പിക്കാൻ. തിളച്ച് കുറുകി പകുതിയായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അതിനകത്തോട്ട് തന്നെ വെക്കുക. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ താളിയൊക്കെ തേച്ച് പിടിപ്പിക്കില്ലേ, അതുപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഡാൻഡ്രഫ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ ചെറിയ പല്ലുള്ള കോമ്പാണ് യൂസ് ചെയ്യേണ്ടത്. പാഞ്ചീർപ്പായാലും കുഴപ്പമില്ല. അതിങ്ങനെ ഓരോ സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ സ്കാൾപ്പിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കിങ്ങനെ ഡാൻഡ്രഫ് പൊഴിഞ്ഞു പോകുന്നത് കാണാം. ശരിക്കും സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എനിക്ക് ഇത്രയും ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ സ്കാൾപ്പിൽ എല്ലായിടെയും കംപ്ലീറ്റായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണം. എന്നിട്ട് കംപ്ലീറ്റ് ഡാൻഡ്രഫ് ഇതുപോലെ ഇളക്കി കളയണം. അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വേപ്പിലയുടെ വെള്ളം നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനോരോ സെക്ഷൻസാക്കി എടുത്തിട്ടാണ് ഈ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഓരോ സെക്ഷൻസാക്കി എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യണം കേട്ടോ. ഈ വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യണം. ഞാൻ യൂഷ്വലി കുളിക്കുന്നതിന് മുന്നേ ബാത്റൂമിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യാറ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് വെച്ച് ചെയ്ത് നോക്കിയാണ്, പക്ഷേ നടന്നില്ല. എല്ലാവരുടെ വെള്ളം ഒറ്റി പണിയാവുന്നതായപ്പോൾ ഞാൻ പരിപാടി ബാത്റൂമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി. വെള്ളം എടുക്കുക, നന്നായിട്ട് റബ്ബ് ചെയ്യുക. എല്ലാ സെക്ഷൻസിലേക്കും നന്നായിട്ട് വെള്ളം റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, കോൾഡ് ഉള്ള സമയത്തൊന്നും ഈ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. കോൾഡ് ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് അലർജിക്ക് പോലെ കോൾഡ് വരുന്നവരും നീരിറക്കമുള്ളവരും ഒന്നും ഈ ഒരു കാര്യം ചെയ്യേണ്ട. നമ്മളിത് ഹെയറിലല്ല കൊടുക്കണ്ട കേട്ടോ, സ്കാൾപ്പിൽ തന്നെ ഈ വെള്ളം കംപ്ലീറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹെയറിലും ആവും. ഹെയറിലാവുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെപ്പറേറ്റ് നമ്മൾ അതിനായിക്കൊണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ സ്കാൾപ്പിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഷാമ്പൂ കണ്ടീഷണറൊന്നും യൂസ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആര്യവേപ്പിലയിൽ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ അത് തലയിൽ തന്നെ അങ്ങനെ കിടക്കണം. ഷാമ്പൂ യൂസ് ചെയ്ത് അത് കഴുകി കളയരുത് കംപ്ലീറ്റ് ആയിട്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് ചെയ്യേണ്ട ഒരു ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ 1 വീക്ക് തന്നെ അങ്ങനെ ചെയ്ത് പോവാം. ഒരു ദിവസം ചെയ്ത് റിസൾട്ട് കണ്ടില്ല എന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. 1 വീക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡാൻഡ്രഫ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി കുറച്ച് ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണാനും കഴിയും. അപ്പോൾ അത് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് കോമ്പ് റീപ്ലേസ് ചെയ്യുക, അതല്ലെങ്കിൽ കഴുകി യൂസ് ചെയ്യുക. കാരണം ഡാൻഡ്രഫ് സ്പ്രെഡ് ആവുന്ന ഒരു കണ്ടീഷനാണ്. സോ നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോമ്പ് തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം ഫലവത്തായിന്ന് വരില്ല. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കോമ്പ് കഴുകി യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് ആയാലും പില്ലോ ആയി കഴിഞ്ഞാൽ മാറ്റുക.
കൊണ്ടുപോയി കളയണം എന്നല്ല പറയുന്നത്, കഴുകിയിട്ട് യൂസ് ചെയ്യുക. ഇന്നാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്നാണ് നമ്മൾ ഈ ഹോം റെമഡി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നവർക്ക് കൂടെ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരും കൂടെ ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോം റെമഡി ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കിടന്നുറങ്ങും. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാൾ യൂസ് ചെയ്യുന്ന കോംബോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ ക്ലിപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ടുള്ള കോംബും ഹെയർ ബാൻഡും മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു ഹോം റെമഡി നിങ്ങൾ 1 വീക്ക് ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.